ചെറുതിരി ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ലൈഫിൽ അത്രത്തോളം അഡാപ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഫോൺ ഇല്ലാതെ ഒരു ദിവസം പോലും ഇപ്പോൾ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു മാസത്തോളം കണ്ടിന്യൂ ആയിട്ട് മൊബൈൽ കംപ്ലീറ്റ്ലി യൂസബിൾ അല്ലാത്ത രീതിയിൽ ഇരുന്നുണ്ട്. അതിന് മൊബൈൽ കയ്യിലുണ്ട്, വിളിക്കുമ്പോൾ ആൾക്കാർ കിട്ടത്തില്ല, ചിലപ്പോൾ സംസാരിക്കുന്ന കേൾക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ ഫോൺ കൊണ്ടു കിടന്നു. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേറെ ഫോൺ വാങ്ങാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ബട്ട് എനിക്കെന്തോ ഫോൺ മാറ്റാൻ ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ. എൻ്റെ കയ്യിലൊരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അത് ചാവുന്നവരെ ഞാൻ ആ ഫോൺ യൂസ് ചെയ്യും. എൻ്റെ ഇരുന്നത് സാംസങ്ങിൻ്റെ S21 FE എന്ന് പറഞ്ഞ മോഡലാണ്. പഴയ മോഡലാണ്. 5 വർഷത്തോളം ആ ഫോൺ ഉപയോഗിച്ചു. അതിൻ്റെ അടപ്പിളവി 2-3 മിനിറ്റ് അടപ്പിളവിയപ്പോഴാണ് ഇപ്പം ഞാൻ അത് മാറ്റാൻ തീരുമാനിച്ചത്. എനിക്ക് ഗാഡ്ജറ്റ്സിനോട് താല്പര്യം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ എനിക്ക് ഫോൺ എന്തുകൊണ്ടെന്ന് അറിയില്ല. സ്പെസിഫിക്കലി എനിക്ക് മാറ്റാനത് ഇഷ്ടമല്ല. നമ്മുടെ കുറേ പേഴ്സണൽ ഡേറ്റാസും കാര്യങ്ങളൊക്കെ ആ ഫോണിനകത്ത് സ്റ്റോർ ചെയ്യുന്നതാണ്. നമുക്കത് പല രീതിയിലും റീസെറ്റ് ചെയ്തൊക്കെ നമുക്ക് വിൽക്കാം, ഫോൺ കൊടുക്കാനൊക്കെ പറ്റും. പക്ഷേ അങ്ങനെയല്ല. എന്നാലും എത്രയാണെങ്കിലും എനിക്കൊരു ഫോണായിട്ട് ഞാൻ ഇണങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ ഫോൺ ഞാൻ മാറ്റത്തില്ല. അത് പർട്ടിക്കുലർലി ഫോണിൽ മാത്രം കേട്ടോ, വേറെ ഒരു സാധനത്തിലും ഇല്ല. എനിക്ക് വലിയ യൂസും ഫോൺ കൊണ്ടില്ല. ഞാൻ ആരെങ്കിലും വിളിക്കും, എനിക്ക് തിരിച്ച് കോളിലും കട്ട് ചെയ്യും, അല്ലാതെ അതിൽ സിനിമ കാണാനോ അങ്ങനെ മാരക യൂസ് ഒന്നും. സർഫ് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൽ കയറും, യൂട്യൂബിൽ കയറും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഗെയിം കളിക്കത്തില്ല ഫോണിൽ. ഞാൻ കൂടുതൽ PC ഗെയിമറാണ്. എനിക്ക് ഗെയിം മൊബൈൽ കളിക്കാൻ താല്പര്യമില്ല. ബട്ട് ഇപ്പോൾ എനിക്കൊരു വലിയ ആവശ്യം വന്നപ്പോൾ ഞാനൊരു ഫോൺ വാങ്ങിച്ചു. ആ ഫോൺ ഇതാണ്. ഇത് OnePlusന്റെ 15 ആണ്, ലേറ്റസ്റ്റ് മോഡൽ. ഇത് ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതിൽ സ്നാപ്ഡ്രാഗൺ 8 5th ജെൻ്റെ ചിപ്പ് വരുന്ന ഫസ്റ്റ് മോഡലാണ്. ഇനി ഒരുപാട് ഫോൺ വരും. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഫോണാണ്. നല്ലൊരു ക്യാമറയുണ്ട്, നല്ലൊരു ഡിസ്പ്ലേ ഉണ്ട്, 165 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി ഈ ഫോൺ നിങ്ങൾ കാരണമാണ് ഞാൻ വാങ്ങിച്ചത്. ആക്ച്വലി ഇത് യൂട്യൂബിൻ്റെ മണി കൊണ്ട് തന്നെയാണ് ഈ ഫോൺ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഫോൺ വാങ്ങുന്നതിന് കേട്ടോ. ഐ മീൻ ലൈക്ക് യൂട്യൂബിൻ്റെ ഇൻകത്തിൽ നിന്ന് ഞാനൊരു ഗാഡ്ജറ്റ്, ഒരു ഫോൺ പോലത്തെ ഒരു ഗാഡ്ജറ്റ് വാങ്ങുന്ന ഫസ്റ്റ് ടൈമാണ്. അതിന് മുന്നേ ഞാൻ പല സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ബട്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഒരു 72 റേഞ്ചിലുള്ള ഒരു ഫോണാണ്. എനിക്ക് എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, നിങ്ങൾക്ക് ഐഫോൺ എടുത്തൊരു നീ എന്തൊരു മണ്ടനാണ്, എനിക്ക് ഒരു S24 എടുത്തൊരു കുറച്ച് കാശിട്ട് എടുക്കായിരുന്നു, അല്ലെങ്കിൽ ഈ റേറ്റിൽ ഐഫോൺ കിട്ടും, വേറെ എത്ര ബെറ്റർ ഫോൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ബട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു. നല്ല യൂണീക്ക് ആയിട്ടുള്ള ഫോൺ, നല്ല കാണാൻ നല്ല പ്രീമിയം ലുക്ക്, നല്ല ക്ലീൻ ഡിസൈൻ, അത്യാവശ്യം ഹെവിയാണ്. ഞാൻ ഒരുപാട് ടെക്നിക്കൽ സൈഡിൽ നിന്ന് കാണുന്ന ഒരുപാട് ടെക് ചാനലുള്ളപ്പോൾ ഞാൻ അത് പറയേണ്ട കാര്യം വരുന്നില്ലല്ലോ. മൊബൈൽ ഗെയിമിംഗ് കൂടെ ആക്ച്വലി സ്ട്രീം ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ കരുതുന്നു ഈ ഫോൺ അതിന് പറ്റിയൊരു മുതലായതുകൊണ്ടാണ് എടുത്തത്. 7200 mAh വലിയൊരു ബാറ്ററി ഇതിനകത്തുണ്ട്. നവംബർ ഈ മാസം iQന്റെ ഒരു ഫോൺ ഇതേ സെയിം സ്നാപ്ഡ്രാഗന്റെ ചിപ്പ് സെറ്റ് വെച്ച് വരുന്നുണ്ട്. iQ15 ആണെന്ന് തോന്നുന്നു. S26 Ultra അതും ജനുവരിയിൽ അടുപ്പിച്ച് ഈ ചിപ്പ് സെറ്റിൽ വരുള്ളൂ. അതിന് മുന്നേ ഇത് ഫസ്റ്റ് ഇന്ത്യയിൽ ഈ ചിപ്പ് സെറ്റിൽ ഈ ഫോണാണ് ലോഞ്ച് ആയിരിക്കുന്നത്. അത് കൂടാതെ ഇതിനകത്ത് സെപ്പറേറ്റ് 2 ചിപ്പ് സെറ്റ്, സെപ്പറേറ്റ് ഈ ഫോണിനകത്ത് സെപ്പറേറ്റ് 2 ചിപ്പ് സെറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി കൊള്ളാം, മൊത്തത്തിലൊരു നല്ല ഫോൺ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ആവശ്യത്തിന് ഈ ഫോൺ ഇനഫാണ്. ഇതിന് ചീത്താവുന്ന ഒരു ഫോൺ തന്നെ എൻ്റെ കൈക്കാണ്. ഞാൻ വേറെ ഫോൺ മാറ്റാനും പോകുന്നില്ല, എനിക്കിത് മതി. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എനിക്കതുകൊണ്ട് പക്ഷേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തോന്നിയ ഒരു സന്തോഷം നിങ്ങൾക്ക് കൊടുത്തു കൂടി എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളുടെ ഒരു സപ്പോർട്ടും ആ ഒരു ഓരോ ക്രിയേറ്റേഴ്സിൻ്റെയും വളർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലത്തെ ആൾക്കാർ തരുന്ന സപ്പോർട്ട്, നിങ്ങൾ തരുന്ന സ്നേഹമൊക്കെയാണ്. സോ അപ്പോൾ അതിൻ്റെ ഒരു പങ്കാണ് ആക്ച്വലി ഈ ഇരിക്കുന്ന സാധനം. അതുകൊണ്ട് ഞാനത് നിങ്ങളെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നേ പല സാധനങ്ങളും യൂട്യൂബ് ഗവൺമെൻറ് കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതെനിക്ക് നിങ്ങളത് കാണിക്കുമെന്ന് തോന്നി സ്പെസിഫിക്കായിട്ട്. എന്താണെന്ന് അറിയില്ല, എനിക്ക് ഈ സാധനം നിങ്ങളെ കാണിച്ചപ്പോൾ ഒരു സന്തോഷം, ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് സന്തോഷം, നിങ്ങളത് ഷെയർ ചെയ്തപ്പോൾ വേറൊരു സന്തോഷം. അത്രേ ഉള്ളൂ. ദിസ് ഈസ് മൈ ഫോൺ, മൈ ന്യൂ ഫോൺ OnePlus 15. താങ്ക് യു ഓൾ.